സോ ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻജിനീയറിംഗ് ഗ്രാഫിക്സ്. യെസ്, അത് എല്ലാവർക്കും ഭയങ്കര ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. എനിക്കറിയാം കുറേ പേർക്ക് ലൈക്ക് +2 ഒക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് ചിലപ്പോൾ സപ്ലിക്ക് കിട്ടുന്നത് ഈ ഒരു സബ്ജക്റ്റിനായിരിക്കും. പക്ഷെ നിങ്ങളത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ സാധാരണ പഠിക്കുന്ന സബ്ജക്ട്സ് പഠിക്കുന്നത് കൊണ്ടും വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. സോ അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എൻ്റെ ടൈമിൽ ഞാൻ ഒരു 4-5 ഇയേഴ്സ് മുന്നേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഞങ്ങൾക്ക് കോവിഡ് ടൈം ആയതുകൊണ്ട് എക്സാം ആക്ച്വലി ഭയങ്കര ഈസി ആയിരുന്നു. അതായത് നമുക്കൊരു 70 മാർക്ക്, അതായത് 70-ൽ 35 ഒക്കെ 70, അതായത് ടോട്ടൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും. 70 മാർക്ക് എഴുതിയാൽ ഫുള്ള് കിട്ടും. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. സോ അതുകൊണ്ട് ഞാനത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. സോ എനിക്കത് കുഴപ്പമില്ലായിരുന്നു ഗ്രാഫിക്സ്. ബട്ട് അല്ലെങ്കിൽ ഡ്രോയിങ് വൈസ് ഐ എം വെരി ബാഡ്. എനിക്ക് ഡ്രോയിങ് ഒന്നും അധികം ശീലമില്ല. അപ്പം ഞാൻ ഉപയോഗിച്ച കുറച്ച് ബുക്ക് പിന്നെ യൂട്യൂബ് വീഡിയോസ് ഏതൊക്കെയായിരുന്നു എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് എൻജിനീയറിംഗ് ഗ്രാഫിക്സിന് എൻജിനീയറിംഗ് ഫുണ്ട എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പം മെയിൻലി മിക്ക വീഡിയോ അതിലെല്ലാം നല്ല ക്ലാരിറ്റിയോടെയാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ ആ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരുന്നത്. സോ എഞ്ചിനീയറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാം, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാവർക്കും ഡൗട്ടുണ്ട് എങ്ങനെയാണ് ഇത് മാത്സ് ഒക്കെ എങ്ങനെ വരും, ക്വസ്റ്റ്യൻസ് സി പ്രോഗ്രാമിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും, ഫിസിക്സ് ലാബിൻ്റെ വൈവ് എങ്ങനെ വരും, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പം ഒരു ഫ്രീ ആയിട്ടുള്ളൊരു വാട്സപ്പ് ബോട്ടാണിത്. അപ്പം ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് എങ്ങനത്തെ ക്യാപ്സ്യൂൾ പോലത്തെ നോട്ട്സ്, ഫിസിക്സ് കെമിസ്ട്രിയുടെ ലാബ് മാനുവൽ, സി പ്രോഗ്രാമിങ്ങിൻ്റെ സോൾവ് പ്രോഗ്രാംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഇത് മാക്സിമം നിങ്ങളുടെ എക്സാം ഈസി ആക്കും. പിന്നെ അപ്പം അത് യൂസ് ചെയ്താൽ മതി. അതായത് എഞ്ചിനീയറിംഗ് ഫുണ്ട എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ ജസ്റ്റ് കണ്ട് മനസ്സിലാക്കിയാൽ അതിലും എന്താ നമ്മുടെ KTU സിലബസ്, ചിലപ്പോൾ KTU സിലബസിനെക്കാളും കൂടുതലും ഉണ്ടാവും. അപ്പം നിങ്ങളത് നോക്കിയിട്ട് വേണം ഓരോ സിലബസ് വൈസ്, ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തായിരുന്നു, സിലബസ് വൈസ് വേണം നിങ്ങൾ പഠിക്കാൻ. അല്ലാതെ യാതൊരു ഗുണവും ഇല്ല. സിലബസ് വൈസ് പഠിക്കണം. കാരണം സിലബസിൻ്റെ അപ്പുറത്തേക്കുള്ള ക്വസ്റ്റിനൊക്കെ വന്നാൽ അവർ മാർക്ക് തരും. പിന്നെ സീരിയസ് എക്സാമിൻ്റെ കാര്യം പറയുവാണെങ്കിൽ സീരിയസ് എക്സാമിന് നിങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചത് മാത്രം പഠിച്ചാൽ മതി. ചില ടീച്ചേഴ്സ് മാത്രമേ അതിൻ്റെ ലൈക്ക് പുറത്തുനിന്നും ഒക്കെ ചോദിക്കത്തൊക്കെ ഉള്ളൂ. പക്ഷെ അല്ലാതെ ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ കോളേജിലൊക്കെ ടീച്ചേഴ്സ് എന്താണോ പഠിപ്പിച്ചത് അതൊക്കെ തന്നെയാണ് സീരിയസ് എക്സാമിന് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ പറയുവാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ. മെയിൻലി PYQ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ഒരു 4-5 വർഷത്തെ, 4 വർഷത്തെ നിങ്ങളുടെ സിലബസ്, അതായത് ഇപ്പം 2000 ഐ തിങ്ക് ഞാൻ ഇറങ്ങിയപ്പം തൊട്ട് വേറെ 24 തൊട്ട് വേറെ സിലബസ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പം അത് തൊട്ട് നിങ്ങൾ ആ ടൈപ്പ്, അതായത് ആ ഒരു പുതിയ കരിക്കുലം വന്നപ്പം തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാൻ ശ്രമിക്കണം. ഓക്കെ, പിന്നെ ഞാൻ PI വർഗീസിൻ്റെ ഒരു ബുക്കുണ്ട്, ഞാൻ അതിവിടെ കൊടുക്കാം. ആ ഒരു ബുക്ക് ഞാൻ ആക്ച്വലി റെഫർ ചെയ്തിരുന്നു. ആ ബുക്കിലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിരുന്നു. അതിൽ ഓരോ സ്റ്റെപ്സ് വൈസ് കൊടുക്കും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. കാരണം ഇത് ഓരോ സ്റ്റെപ്പായിട്ടാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം മെയിൻലി നമുക്ക് നീറ്റ്നെസ് അവർ നോക്കും കേട്ടോ. എക്സാമിന് നീറ്റ്നെസ് ഇല്ലെങ്കിൽ അവർ എല്ലാം കട്ട് ചെയ്ത് വെക്കും. അവർ ചിലപ്പോൾ ചെക്ക് പോലും ചെയ്തില്ല. എനിക്കാണെങ്കിൽ ലൈക്ക് ജസ്റ്റ് പാസ് ആയിരുന്നു എൻ്റെ ഗ്രേഡ്. എന്നിട്ട് ഞാൻ പേപ്പർ അടുപ്പിച്ച് നോക്കിയപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവർ ചെക്ക് പോലും ചെയ്തിട്ടില്ല. ലൈക്ക് അവർ ആ നീറ്റ്നെസ് ഇല്ലാന്നൊക്കെയാണ്ട് പറഞ്ഞേക്കുന്നത്. ഞാൻ പിന്നെ കൊടുത്തപ്പോൾ എനിക്ക് B+ കിട്ടി. അപ്പം അങ്ങനെയുള്ള റീവാലുവേഷനിൽ കുറേ വലിയ ചേഞ്ചസ് ഒക്കെ KTUവിൽ ഉണ്ടാവും. പിന്നെ എൻജിനീയറിംഗ് ഗ്രാഫിക്സ് ബൈ നിതിൻ, അതാണ് മെയിൻലി എൻ്റെ ജൂനിയേഴ്സും ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എൻജിനീയറിംഗ് ഗ്രാഫിക്സ് ബൈ നിതിൻ, അഥവാ മലയാളത്തിൽ നിങ്ങൾക്ക് ആക്ച്വലി വീഡിയോസ് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. സോ അപ്പോൾ അത് നിങ്ങൾ നോക്കണം. അപ്പം മെയിൻലി ഞാൻ പറയട്ടെ, അപ്പം ഇങ്ങനെ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. വരച്ച് പഠിക്കുക, ബാക്കിയുള്ളത് വായിച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ ഇത് വരച്ച് പഠിക്കുക. ആൻഡ് വെറുതെ നമ്മൾക്കൊരു സപ്ലിയൊക്കെ വെറുതെ ഒരു പ്രശ്നമാവണ്ട. നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്തു. ഇനിയും കുറച്ചും കൂടി ഡിസംബറിലൊക്കെ അല്ലേ എക്സാം, കുറച്ചുകൂടി നല്ല സമയമുണ്ട്. സോ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ ഞാൻ പറഞ്ഞ. സിലബസ് മെയിൻലി നോക്കുക, പഠിക്കുക. മൊഡ്യൂൾ 1 തൊട്ട് തുടങ്ങാം.
അല്ല ചിലവരിപ്പം മൊഡ്യൂൾ 5 നിന്ന് എടുക്കുക, അങ്ങനെ ചെയ്യരുത്. മൊഡ്യൂൾ 1 തൊട്ട് പ്രാക്ടീസ്, കാരണം ആ ഒരു ഇത് ഫ്ലോ കിട്ടണം നമുക്ക്. ആ വരയ്ക്കണമെങ്കിൽ ആദ്യം ആദ്യം ഒരു ഹെക്സഗൺ വരയ്ക്കുന്ന രീതി, അങ്ങനെ 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 ഓരോരോ ഫ്ലോ ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. ബാക്കി എന്ന് വെച്ചാൽ ഇപ്പോൾ ചാനൽസിന് കാര്യം പറഞ്ഞ ഒരു ബുക്ക് ഞാൻ ആ ബുക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, അത് നിങ്ങൾ റെഫർ ചെയ്യണം. സോ അത്രയൊക്കെ തന്നെ ഉള്ളൂ മെയിനായിട്ട്. പിന്നെ ഇനിയിപ്പം ഞാൻ സീരിയസ് എക്സാമിൻ്റെ കാര്യം, പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ വീഡിയോസായിട്ട് ചെയ്യാം. സോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. എനിക്കറിയാം എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു സബ്ജക്റ്റാണിത്, ബട്ട് ലൈക്ക് നോ പ്രോബ്ലംസ്. നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇത്രയും വലിയ +2 ഒക്കെ പഠിച്ച് വന്നവർക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറയാം, ആ ഒരു ഡ്രോയിങ് സ്കില്ല് അതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവളെ ലൈക്ക് കുറേ പ്രാവശ്യം സപ്ലി കിട്ടിയവരുണ്ട്. ഒരു സപ്ലി മാത്രമല്ല 2-3 പ്രാവശ്യം ഈ സബ്ജക്റ്റിന് സപ്ലി കിട്ടുന്നവരുണ്ട്. അതായത് എഴുതി വീണ്ടും പാസ്സാവണമെന്നില്ല. അപ്പോൾ ആദ്യം തന്നെ പാസ്സാവുന്നതായിരിക്കും നല്ലത്. പക്ഷെ ആദ്യം പാസ്സായില്ലെങ്കിലും തന്നെ നമുക്ക് വരച്ച് പഠിച്ചാൽ റെഡി ആക്കാവുന്നതേ ഉള്ളൂ. അപ്പം മെയിനായിട്ട് നിങ്ങൾ ആക്ച്വലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതായത് ആ ഒരു ഫ്ലോയിൽ പഠിച്ചു തുടങ്ങുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ റിസോഴ്സസൊക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. സോ അത്രയേ ഉള്ളൂ. ബൈ ബൈ, സി യു.